പാലക്കാട് പോകേണ്ടതുണ്ട്. അവിടെയാണ് കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം ഉണ്ടായത്. ഇന്നലേക്ക് 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തിയ സ്ഥലം കൂടിയാണ്. നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദഗോപാൽ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കാര്യങ്ങൾ ഇന്നും അതേപോലെ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് പുറത്തിറങ്ങുന്ന ആളുകൾ, കർഷകർ എല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ്. എന്താണ് പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ? ജിൽസി, പാലക്കാടും ഈ കാലാവസ്ഥ മാറ്റമില്ലാതെ തുടരുകയാണ്. നമുക്കറിയുന്നത് പോലെ 2016 അവസാനമായി കേരളത്തിൽ ഈ 41 ഡിഗ്രി ചൂടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഇത്തവണ വീണ്ടും പാലക്കാട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെ പാലക്കാട് ജില്ലയിൽ പുറത്തിറങ്ങുന്നവർ. പ്രത്യേകിച്ചും എപ്പോഴും പറയുന്നത് പോലെ ഈ അന്തരീക്ഷ ഈർപ്പം തന്നെയാണ് പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രത്യേകിച്ചും 41 ഡിഗ്രി ചൂടാണ് രേഖപ്പെടുത്തുന്നതെങ്കിലും അന്തരീക്ഷ ഈർപ്പം 46% മുകളിലാണ്. അപ്പോൾ ഈ ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുകയാണ്. ഏതാണ്ട് 45 ഡിഗ്രി വരെ ചൂടുള്ളതായാണ് അനുഭവപ്പെടുന്നത്. രാവിലെയും രാത്രിയും എല്ലാം തന്നെ കനത്ത ചൂടാണ് പാലക്കാട് ജില്ലയിൽ ഇപ്പോഴുള്ളത്. പകൽ സമയങ്ങളിൽ ഈ പുറത്തിറങ്ങുന്നവരോട് അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നത്. ഒപ്പം തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കുന്നു. അവധിക്കാല ക്ലാസുകൾ, ക്യാമ്പുകൾ ഒന്നും തന്നെ നടത്തേണ്ടതില്ല എന്നുള്ളതാണ് ഈ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ആശുപത്രികളിലും കൃത്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഗർഭിണികളായവർ, ഒപ്പം പ്രായമായവരൊക്കെ ആശുപത്രികളിലേക്ക് എത്തുന്നുണ്ട്. അവർക്ക് ഈ ചൂട് സമയത്ത് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ആശുപത്രികളിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ചൂട് കാരണം പല രോഗങ്ങളും ഈ ജില്ലയിൽ കൂടുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ജില്ലാ ആശുപത്രിയിലൊക്കെ നിരവധി ആളുകളാണ് ഇങ്ങനെ ചികിത്സ തേടിയെത്തുന്നത്. ചിലർക്ക് സൂര്യാഘാതമേറ്റും ഈ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം പാലക്കാടിന്റെ വനമേഖലകളിലെല്ലാം തന്നെ കാട്ടുതീ പടരാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ട്. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ ഈ അഗ്നിശമന സേന അംഗങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും രാവിലെ ഏതാണ്ട് 10 മണി മുതൽ തന്നെ പാലക്കാട് ഒരു ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുകയാണ്. അത് ഈ രാത്രി വരെ ഇങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷേ കൃത്യമായ ഒരു ജാഗ്രത പാലിക്കുക, പ്രത്യേകിച്ചും ഈ വെള്ളം കുടിക്കുക, കൃത്യമായ ഇടവേളകളിൽ വിശ്രമിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ. അത് കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നിലവിൽ. തീർച്ചയായിട്ടും അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്.